തിയറി ഓഫ് സ്ട്രക്ചേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ചെറിയൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണ് എന്നുള്ളതാണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഒരു ഏരിയയുടെ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ എങ്ങനെ കണ്ടുപിടിക്കാം, അതിനായിട്ടുള്ള തിയറംസ്, അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള തിയറംസ് എന്തൊക്കെയാണ്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, ഇതൊക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ എന്താണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ, എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ, പിന്നെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെക്ഷൻസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യകൾ എങ്ങനെയാണ് ഫോർമുല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. നമുക്കൊരു സ്കെയിൽ എടുക്കാം. നമുക്കൊരു സ്റ്റീലിന്റെയോ അല്ലെങ്കിൽ ഗ്ലാസിന്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെയോ ഒരു സ്കെയിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് പതുക്കെ അത് ബെൻഡ് ചെയ്ത് നോക്കാം. നമുക്കറിയാം സ്കെയിൽ നമുക്ക് ബെൻഡ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് സിമ്പിൾ ആയിട്ട് ബെൻഡ് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ സ്കെയിൽ ഒരു 90 ഡിഗ്രി തിരിച്ചു പിടിക്കുക. അതായത് സ്കെയിലിന് ഒരു തിക്നെസ് ഉണ്ടാവുമല്ലോ, ആ തിക്നെസ് വെർട്ടിക്കലാക്കി പിടിച്ച് നിങ്ങൾ സ്കെയിൽ ബെൻഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സ്കെയിൽ ബെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല. അതായത് ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ നിങ്ങൾ സ്കെയിൽ ബെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. മറ്റേ ഡയറക്ഷനിൽ ബെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടായിരിക്കും അതിന് കാരണം? നമുക്ക് നോക്കാം. ഇപ്പൊ ഇതാണ് സ്കെയിലിന്റെ തിക്നെസ് എന്ന് വിചാരിക്കുക. 2 mm ആണ് അതിന്റെ തിക്നെസ്, 12 mm ആണ് അതിന്റെ വിഡ്ത്ത്. അപ്പൊ ഒന്നാമത്തെ കേസിൽ, ഈ ഒരു കേസിൽ ഡെപ്ത് കുറവാണ്, അങ്ങനെ ബെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈസിയാണ്. പക്ഷെ സ്കെയിലിന്റെ സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കെയിൽ ബെൻഡ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെ? ഫസ്റ്റ് കേസിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ബെൻഡ്, സെക്കൻഡ് കേസിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ബെൻഡ്, അല്ലെങ്കിൽ ബെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല തന്നെ പറയാം. ഈ രണ്ട് കേസിലും ഇതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ സെയിം ആണ്, അല്ലെ? ഇപ്പൊ 2x12 തന്നെയാണ് രണ്ട് കേസിലും വരുന്ന സ്കെയിലിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ. അപ്പൊ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സ്കെയില് സാധാരണ പോലെ പിടിക്കുന്നതിൽ നിന്നും തിരിച്ചു പിടിക്കുമ്പോൾ എന്തോ ഒരു സംഭവം സ്കെയിലിന്റെ മാറുന്നുണ്ട്. അതായത് ആക്സിസിനെ ഡിപ്പെൻഡ് ചെയ്ത് സ്കെയിലിന്റെ ബെൻഡിങ്ങിനോടുള്ള റെസിസ്റ്റൻസ് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ അത് നമുക്ക് നമ്മുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന, സ്കെയിലിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്ന ടേം വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ വി നീഡ് ആൻ അനദർ ടേം വിച്ച് റെപ്രസെന്റ്സ് ദി ബെൻഡിങ് ആക്സിസ്. ഓക്കെ, ബെൻഡിങ് ആക്സിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം നമുക്ക് ആവശ്യമാണ്. ആ സമയത്താണ് നമ്മൾ പുതിയൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, എന്തുകൊണ്ടാണ്? ഇപ്പോ ഈ രണ്ട് രീതിയിൽ സ്കെയിൽ പിടിച്ചു കഴിഞ്ഞാലും, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ സെയിം ആണ്. പക്ഷെ അത് ബെൻഡിങ്ങിനോടുള്ള റെസിസ്റ്റൻസ് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമ്മൾ മറ്റൊരു ടേം തേടി പോവാണ്. ആ ടേമിന്റെ പേരാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഡെഫിനേഷൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബോഡിയുടെ റെസിസ്റ്റൻസ്, ആംഗുലർ ആക്സിലറേഷൻ, അതായത് റൊട്ടേറ്ററി മോഷനോട് റെസിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത്. ബൈ ഡെഫിനിഷൻ, എ ക്വാണ്ടിറ്റി എക്സ്പ്രസിംഗ് എ ബോഡീസ് ടെൻഡൻസി ടു റെസിസ്റ്റ് ആംഗുലർ ആക്സിലറേഷൻ which is the sum of the products of mass, area of each particle in the body within the square root of its distance from the axis of rotation. സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ബോഡിയുടെ സെന്റർ എടുക്കുക, അവിടെ നിന്ന് ഇപ്പൊ ഒരു സർക്കിളാന്ന് ഇരിക്കുക, അതിന്റെ ഓരോ സൈഡിലായിട്ട് നമ്മൾ ഇങ്ങനെ കള്ളി മാർക്ക് ചെയ്യുക, ഓരോന്നിന്റെയും ഏരിയ ഇൻറ്റു അതിന്റെ ഡിസ്റ്റൻസ് സ്ക്വയർ. ഓക്കെ, ഈ കാണിച്ചിട്ടുള്ളത്, ഈ റൈറ്റ് സൈഡിലുള്ള ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് മാസ് ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. സോ ഓരോ ചെറിയ ഏരിയ ഇൻറ്റു അവിടേക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഓക്കെ, പിന്നെ യൂണിറ്റ് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഏരിയ ഇൻറ്റു ലെങ്ത് സ്ക്വയർ. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ ആയിരിക്കും, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആയിരിക്കും. സോ ഏരിയ ഇൻറ്റു ലെങ്ത് സ്ക്വയർ എന്ന് പറയുമ്പോൾ m/4 ആയിരിക്കും ഇതിന്റെ യൂണിറ്റ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു ദി ബെൻഡിങ്. ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സെക്ഷന്റെ പ്രോപ്പർട്ടിയാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ബൈ ഡെഫിനേഷൻ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ഈ ഒരു ഡെഫിനേഷൻ എഴുതണം, ഈ ഒരു ഫിഗറും എഴുതണം. ഓരോ കുഞ്ഞു ഏരിയയും അതിന്റെ സെന്ററിലോട്ടുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് മൊത്തത്തിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇനി ഞാനൊരു
റെക്റ്റാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ ഡിഫൈൻ ചെയ്യാണ് നിങ്ങളുടെ മുന്നിലേക്ക്. നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു റെക്റ്റാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യനെ ഞാൻ ഡിഫൈൻ ചെയ്യാണ്. എന്തിനാണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്? ഈ ഒരു ഡെഫിനേഷൻ വെച്ച് നമ്മുടെ സ്കെയിലിന്റെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഈ റെക്റ്റാങ്കിൾ എടുക്കുമ്പോൾ അതിന്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് ബിയും വെർട്ടിക്കൽ ആയിട്ടുള്ളത് ഡിയുമാണ്. സോ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിത്ത് റെസ്പെക്ട് ടു ദി ഹൊറിസോണ്ടൽ ആക്സിസ്, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ എന്താണ് പറയുന്നത്, വിത്ത് റെസ്പെക്ട് ടു ദി ഹൊറിസോണ്ടൽ ആക്സിസ്. അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എപ്പോഴൊക്കെയാണോ പറയുന്നത് അപ്പോഴൊക്കെ നമ്മളൊരു ആക്സിസിനെ വെച്ചിട്ടാണ് പറയാം. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു ദി ഹൊറിസോണ്ടൽ ആക്സിസ് ഇറ്റ് ഈസ് ബി ഡി ക്യൂബ് ഡിവൈഡ് ബൈ 12, BD cube divided by 12, where B is the side which is parallel to the axis and D is the side which is perpendicular to the axis. So its moment of inertia BD cube by 12. തൊട്ട് റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കാം, അതിൽ ബിയും ഉണ്ട് ഡിയും ഉണ്ട്. അതിന്റെ ആക്സിസ് എങ്ങനെയാണ്? വെർട്ടിക്കൽ ആക്സിസ് ആണ്. സോ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡി ബി ക്യൂബ് ഡിവൈഡ് ബൈ 12 എന്നാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ആക്സിസ് വെർട്ടിക്കൽ ആണ്, ഡി നമ്മളപ്പോൾ ക്യൂബ് എടുക്കുന്നില്ല, ഡി ബി ക്യൂബ് ഡിവൈഡ് ബൈ 12. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി റെക്ടാങ്കിളിന് ബി ഡി ക്യൂബ് ബൈ 12 വിത്ത് റെസ്പെക്ട് ടു ഹോറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസ് ഡി ബി ക്യൂബ് ബൈ 12 ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി ഇതിപ്പോ ബി ഡി ക്യൂബ് ബൈ 12 ഡി ബി ക്യൂബ് ബൈ 12 എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ആ കൂടി ഒറ്റ ഫോർമുലയാണ് പഠിക്കുന്നുള്ളൂ, ബി ഡി ക്യൂബ് ബൈ 12. ഓക്കെ, സോ ഈ ഡയറക്ഷനിലത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടാനായിട്ട് നമ്മൾ ഇത് ബി ആയിട്ട് എടുക്കും, ഈ ഡയറക്ഷനിൽ ചെയ്യാനായിട്ട് ഇത് ബി ആയിട്ട് എടുക്കും. അതായത് നമ്മൾ എടുക്കുന്ന ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സൈഡാണ് എപ്പോഴും നമ്മൾ ബി. അപ്പൊ നമുക്ക് ഇനി വേറെ ഫോർമുലകളൊന്നുമില്ല, ബി ഡി ക്യൂബ് 12 എന്നുള്ള ഒറ്റ ഫോർമുലയാണ് ഈ ഒരു റെക്ടാങ്കിളിന്റെ കേസിലുള്ളത്. നമ്മുടെ സ്കെയിലിന്റെ കേസിലോട്ട് വരാം. സ്കെയിലിൽ തിക്നെസ് 2 ആയിരുന്നു, വിഡ്ത്ത് 12 ആയിരുന്നു. സോ ബി ഡി ക്യൂബ് ബൈ 12 കൊടുക്കുമ്പോൾ ബി 12 ആണ്, കണ്ടോ, ബി 12 ആണ്. 12 ഇൻറ്റു 2 ക്യൂബ് ബൈ 12, സോ നമുക്ക് 8 എന്ന് കിട്ടും. ഇത് നമ്മൾ സ്കെയിൽ ഇങ്ങനെ പിടിച്ച് നമ്മൾ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ആക്സിസ്, അതിന് പാരലൽ ആയിട്ടുള്ള സൈഡാണ് ബി. സോ ബി ഈസ് ഈക്വൽ ടു 2, ബി ഡി ക്യൂബ് ബൈ 12 ആണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ 2 ഇൻറ്റു 12 ക്യൂബ് ഡിവൈഡ് ബൈ 12. ഓക്കെ, ബി ഈസ് ഈക്വൽ ടു 2. ഈ കേസിൽ നമ്മുടെ ആക്സിസിന് പാരലൽ എടുക്കുന്നതാണ് നമ്മുടെ ബി. സോ 2 ഇൻറ്റു 12 ക്യൂബ് ഡിവൈഡ് ബൈ 12, 288. ഓക്കെ, സോ ഇങ്ങനെ വളയുമ്പോൾ കേസ് 1 പ്രകാരം ബെൻഡ് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ 8 ഉള്ളൂ. ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ 288 ആണ്. ദാറ്റ് ഇസ് എ ഡിഫിക്കൽറ്റി ഫോർ ബെൻഡിങ് ദി സ്കെയിൽ ഇൻ ദാറ്റ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് നമുക്ക് സ്കെയിൽ മറ്റേ ഡയറക്ഷനിൽ വളയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നാനായിട്ടുള്ള കാരണം. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഒരു ഐ സെക്ഷൻ്റെയോ ചാനൽ സെക്ഷൻ്റെയോ ഒക്കെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനായിട്ട് കുറച്ച് തിയറികളുണ്ട്. മറ്റൊരു തിയറമാണ് പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലെ ഫിഗർ നമുക്ക് നോക്കാം. ഇതാണ് ഫിഗർ. ഇത് ഈ മൊത്തം ബോഡിയുടെ സെൻട്രോയിഡ് ആണ്. സെൻട്രോയിലൂടെ ഒരു ആക്സിസ് പോകുന്നുണ്ട്. ആ സെൻട്രോയിലൂടെ പോകുന്ന ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് ഐ ജി. ഈ മൊത്തം സെക്ഷന്റെ ഏരിയ ആണ് എ. ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഈ ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആയിരിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം. പക്ഷെ നമ്മൾ ഡെഫിനേഷൻ ആണല്ലോ പറയുന്നത്, ഡെഫിനേഷൻ ഷുഡ് ബി പെർഫെക്റ്റ് അല്ലേ. അപ്പൊ പറയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് ആൻ ആക്സിസ് വിച്ച് ഈസ് പാരലൽ ടു ദി സെൻട്രോയിഡൽ ആക്സിസ് ഓഫ് ദ ബോഡി. സെൻട്രോയിഡൽ ആക്സിസിന് പാരലൽ ആയിട്ട് മറ്റൊരു ആക്സിസ് ഉണ്ടെങ്കിൽ ആ ആക്സിസിനെ വെച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് സെൻട്രിൽ കൂടെ പോകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി ഏരിയ ഓഫ് ദി ബോഡി ആൻഡ് ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആക്സിസസ്, എ ഇൻറ്റു ഡി സ്ക്വയർ ആണ്. സോ ഐ ഈസ് ഈക്വൽ ടു, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് സെൻട്രോയിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. ഇതാണ് പാരലൽ ആക്സിസ് തിയറം പറയുന്നത്. ഇനി നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയാം. വളരെ സിമ്പിൾ ആണ്, അത് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ഈ ആക്സിസിനെ ഒരു പ്ലാനാർ ലാമിനയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് എന്ന് വിചാരിക്കുക. ആ ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് മറ്റ് രണ്ട് ആക്സിസുകൾ തമ്മിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ സമ്മിന് ഈക്വൽ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഐ സെഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഇനി ഡെഫിനേഷൻ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആണെന്നുള്ള കാരണം കൊണ്ട് നമ്മൾ പറയും
Perpendicular axis theorem states that the moment of inertia of a planar lamina about an axis perpendicular to the plane of the lamina. അതായത് ആ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ഈക്വൽ ടു ദി സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ലാമിന about the two axes at right angle to each other. Okay. In its own plane, അതേ പ്ലെയിനിൽ കിടക്കുന്ന രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസുകളുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യക്ക് ഈക്വൽ ആയിരിക്കും. ഇന്റർസെക്ടിങ് ഈച്ച് അതർ അറ്റ് എ പോയിന്റ് വേർ ദി പെർപെൻഡിക്കുലർ ആക്സിസ് പാസ് ത്രൂ ഇറ്റ്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ആക്സിസും കൂട്ടിമുട്ടുന്ന പോയിന്റ്, അങ്ങനത്തെ ഒരു പോയിന്റ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് മറ്റ് രണ്ട് ആക്സിസുകൾ തമ്മിലുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും. This is the perpendicular axis theorem. നമുക്ക് ഇനി പഠിക്കുന്ന ടൈമാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് പെർ പാരലാക്സ് തിയറത്തിന്റെ ബേസിൽ ഐസെഡ് ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഐ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലും ഐ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലും ആണെങ്കിൽ ഐസെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും കൂടിയുള്ള സമ്മാണ്. ഓക്കെ, എന്താണ് ശരിക്കും ഈ പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ഫിസിക്കൽ മീനിങ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ എന്താണ് പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സെക്ഷണൽ പ്രോപ്പർട്ടി ആയിരുന്നു. സോ വാട്ട് ഈസ് ദി physical importance of polar moment of inertia? It is the sectional property which give torsional stiffness to the section. Torsion എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനം പിടിച്ച് പിരിക്കുക, നമ്മൾ പാന പിടിച്ചിട്ട് പിരിക്കുക, പൈപ്പ് ഹോൾഡ് ചെയ്തിട്ട് പിരിക്കുക, ഇതൊക്കെയാണ് ടോർഷൻ. ടോർഷനെ റെസിസ്റ്റ് ചെയ്യുന്ന സെക്ഷണൽ പ്രോപ്പർട്ടിയാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇത്രയും മനസ്സിലാക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനുള്ള ടൈമാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. നമ്മളൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാത്തിലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ സെയിം ആയിരിക്കും. ഓക്കെ, സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഐ ഡിവൈഡ് ബൈ എ ആണ്. ഫോർ എക്സാമ്പിൾ, റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് ഐ എക്സ് ബൈ എ. ഇൻ വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വൈ ബൈ എ. ഇൻ സെഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സെഡ് ബൈ എ. ഓക്കെ, സോ മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുന്തോറും റേഡിയസ് ഓഫ് ഗൈറേഷനും കൂടും. ഓക്കെ, അപ്പൊ നമ്മുടെ സ്കെയിലിന്റെ കേസിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? വളഞ്ഞ സൈഡിൽ നമ്മളിങ്ങനെ പിടിച്ച് സാധാരണ പോലെ സ്കെയിൽ പിടിച്ച് വളയ്ക്കുമ്പോൾ അത് വളഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് റേഡിയസ് ഓഫ് ഗൈറേഷൻ കുറവായിരിക്കും. ഓക്കെ, വളയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ കൂടുതലാണെന്നാണ് അർത്ഥം. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ തിക്നെസ് എന്ന് പറയാം. തിക്നെസ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഐ സെക്ഷൻസും ചാനൽ സെക്ഷൻസും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ സിമ്പിൾ ആയിട്ട് തിക്നെസ് പറയാൻ പറ്റില്ല. അപ്പൊ ആ ടൈമിൽ നമ്മൾ തിക്നെസ്സിന് പകരം ഉപയോഗിക്കുന്ന ഒരു ടേമാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അത് നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇനി നമുക്ക് കുറച്ച് മൊമെന്റ് ഓഫ് ഇനേഷ്യകൾ പഠിക്കണം. റെക്ടാംഗിളിന്റെ ഞാൻ പറഞ്ഞു, റെക്ടാംഗിളിന്റെ ബി ഡി ക്യൂബ് ബൈ 12 ആണ്. അതില് ആക്സിസിന് പാരലൽ ആയിട്ടുള്ളതാണ് ബി. സോ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ളത് ബി എച്ച് ക്യൂബ് ബൈ 12. y ആക്സിന്റെ പാരലൽ ഉള്ളത് എച്ച് ബി ക്യൂബ് ബൈ 12. ഓക്കെ, സോ ദിസ് ഈസ് ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റെക്ടാംഗിൾ. ഇത് നിങ്ങൾ കാണാണ്ട് പഠിക്കണം. അതുപോലെ ട്രയാംഗിളിന്റെ എക്സാമിന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് 2 മാർക്കിനൊക്കെ ആയിട്ട്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എച്ച് ക്യൂബ് ഡിവൈഡ് ബൈ 36. ഇത് ഐ എക്സ് മാത്രം പഠിച്ചാൽ മതി. സോ ബി എച്ച് ക്യൂബ് ഡിവൈഡ് ബൈ 36 ആണ് ഇതിന്റെ. ഇനി സെമി സർക്കിൾ ആണെങ്കിലോ? സെമി സർക്കിൾ ആണെങ്കിൽ ഐ എക്സും ഐ വൈയും ഈക്വൽ ആണ് 1/8 പൈ ആർ റേസ് ടു 4. നമുക്ക് ഈ റേഡിയസിന്റെ ടേം നമ്മൾ സാധാരണ ഇപ്പൊ ഉപയോഗിക്കാറില്ല. നമ്മളിപ്പോ എല്ലാം ഡയമീറ്ററിലാണ് പറയാ. സോ ആർ ഇസ് ഈക്വൽ ടു ഡി ബൈ 2 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോർമുല കിട്ടും. ദിസ് ഈസ് ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ. പൈ ഡി റേസ് ടു 4 ഡിവൈഡ് ബൈ 128. അതുപോലെ സർക്കിളിൽ നമുക്ക് ഐ എക്സും ഐ വൈയും ഈക്വൽ ആണ് 1/4 പൈ ആർ റേസ് ടു 4. ഓക്കെ, അതെന്തായിരിക്കും വരിക? ആർ ഇസ് ഈക്വൽ ഡി ബൈ 2 എന്ന് കൊടുക്കുമ്പോൾ ഡയമീറ്ററിന്റെ ടൈംസിൽ പൈ ഡി റേസ് ടു 4/64 എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. ഇത് റേഡിയസിന്റെ ടൈംസിലുള്ള ഫോർമുലയാണ്, ഇത് ഡയമീറ്ററിന്റെ ടൈംസിലുള്ള ഫോർമുലയാണ്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ഫോർമുലയാണ്. ഏത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ സാധാരണ തരുന്നത് ഡയമീറ്റർ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫോർമുല ഓർത്ത് വയ്ക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വഴിയെ പരിചയപ്പെടാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.